വായന നിലനിർത്തിയിട്ട് എഴുത്തൊക്കെ പോകൂ എന്നുള്ളൊരു ഭയം തീർച്ചയായിട്ടും. കാരണം ലിറ്ററസി എന്ന വാക്കിന്റെ മീനിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അവർ കളിക്കേണ്ടടുത്ത് കളിക്കുക തന്നെ വേണം. മൈൻഡിൽ എന്തുണ്ട്, ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ കാണണം, അതാണ്. പക്ഷെ ടീച്ചേഴ്സിനെ എന്തായാലും AI റീപ്ലേസ് ചെയ്യില്ല കേട്ടോ. എന്താ അങ്ങനെ കാര്യം ചോദിച്ചാല് ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ ECC എക്സ്പെർട്ടാണ് സാറ്. 20 വർഷത്തിന് മേലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്ര കാലത്തെ അനുഭവത്തിൽ നിന്ന് പുതിയ വരുന്നൊരു കാലത്തെക്കുറിച്ച് എങ്ങനെയാണ് ആൾ കാണുന്നത്? പഴയ കാലത്ത് നമ്മൾ ഫോൺ നമ്പറുകൾ ഇപ്പോൾ 20 വർഷം മുമ്പ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു 50 ഫോൺ നമ്പറുകളിലും കാണാതെ അറിഞ്ഞിരുന്നു. 04662277 നമ്പർ പറയണ്ടെന്ന് കരുതിയിട്ടാണ്. കുറേ നമ്പറുകൾ ഇങ്ങനെ കാണാതെ നമുക്ക് അറിഞ്ഞിരുന്നു. പക്ഷേ ഈ മൊബൈൽ ഫോണിൻ്റെ യുഗം വന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ സാധനമൊക്കെ മറന്നുപോയി. ഇപ്പം ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഉള്ള നമ്പർ നിങ്ങൾക്ക് എത്ര എണ്ണം അറിയാം? എൻ്റെ തന്നെ അറിയുള്ളൂ, എനിക്ക് ബാക്കി ആരുടെ അറിയില്ല. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ ഈ ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ AI വരുന്നതോട് കൂടി എല്ലാത്തിനും ഡിപ്പെൻഡ്, അതായത് എനിക്ക് ഇനി സംശയം എഴുത്ത് തന്നെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മൾ ലിറ്ററസി എന്ന് പറയുന്ന സാധനം എഴുതാനും വായിക്കാനുള്ള കഴിവാണല്ലോ. സാധനത്തെ മനസ്സിലാക്കി എഴുതാനും വായിക്കാനുള്ള കഴിവാണ്. ഇപ്പം എഴുതാനൊരു ആവശ്യം വരണില്ല. നിങ്ങൾ എഴുതാറുണ്ട്? എനിക്കറിയില്ല. ഞാൻ ഒരു കുടുങ്ങി കോളേജിയറ്റ് എക്സാമിന് പോയിന്ന്, മറ്റേ കോളേജ് ലെവലിൽ പ്രൊഫസർ PSCയുടെ. സത്യം പറഞ്ഞാൽ 4-5 വർഷത്തിന് ശേഷമാണ് ശരിക്ക് പേപ്പർ എഴുതി തീർക്കാൻ പറ്റിയില്ല സമയത്തിനുള്ളിൽ. കാരണം എഴുത്തില്ല, നമ്മൾ ടൈപ്പിംഗ് ആണല്ലോ. ടൈപ്പിംഗ് അല്ലെങ്കിൽ വോയിസ് ടൈപ്പിംഗ് ആണ്. ഇപ്പം നമ്മൾ ഈവൻ AI ചാറ്റ് ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ടൈപ്പിംഗ് ഇല്ല, വോയിസ് നോട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് വിദ്യാഭ്യാസ രംഗത്തിൽ വളരെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ഈ എഴുത്ത് പ്രക്രിയ, മാനുവൽ പ്രക്രിയ ചിലപ്പോൾ പോകുമെന്ന് വരെ ഇല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും. കാരണം ലിറ്ററസി എന്ന വാക്കിന്റെ മീനിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. നമ്മളൊരു കുട്ടിയുടെ പഠനം തുടങ്ങുന്നത് ഭാഷയുടെ 4 ശേഷികളിലാണ്. അതൊന്ന് കേൾക്കുക, പറയാ, അത് നാച്ചുറലാണ്. നാച്ചുറലായിട്ട് കുട്ടി എഴുതി നടക്കും. അതിപ്പോൾ ഇംഗ്ലീഷിന് സംസാരിക്കുന്ന സ്ഥലത്ത് പോയാൽ ഇംഗ്ലീഷ് സംസാരിക്കും, മലയാളം സംസാരിക്കുന്ന സ്ഥലത്ത് പോയാൽ മലയാളം സംസാരിക്കും, മനസ്സിലാവുകയും ചെയ്യും. നേരെ മറിച്ച് എഴുത്തും വായന അങ്ങനെയല്ല, അതൊരു ലേൺഡ് ബിഹേവിയറാണ്. പഠിച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ആർട്ടിഫിഷ്യലാണത്, നാച്ചുറൽ അല്ല. അപ്പോൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് ലിറ്ററസി നോർമലി പറയുക. വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് ചേർക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഹിന്ദി പഠിച്ച പോലെ നിങ്ങളെ കാര്യം എനിക്കറിയില്ല, എൻ്റെ കാര്യം എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഹിന്ദി പഠിച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചു. ഹിന്ദി സംസാരിക്കാനും എഴുതാനും അറിയില്ല. എഴുതാനും വായിക്കാനും അറിയാം, സംസാരിക്കാനും കേട്ടാലും മനസ്സിലാവില്ല. അപ്പം അന്നതുപോലെ ആവരുത്. അപ്പോൾ എഴുതാനും വായിക്കാനും ഉള്ളതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വായന നിലനിർത്തിയിട്ട് എഴുത്തൊക്കെ പോകൂ എന്നുള്ളൊരു ഭയം. ഈ എഴുത്ത് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്ന എന്തെങ്കിലും ആണോ? അത് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ബ്രെയിന് കണക്ട് ചെയ്യുന്നൊരു ഈ ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ അങ്ങനെ എഴുത്ത് കുട്ടിയുടെ വളർച്ചയുടെ ഒരു ഘടകം തന്നെയാണല്ലോ. ഒരു സ്കില്ലാണത്, ഒരു മോട്ടോർ സ്കില്ലാണ്. സൈക്കോ മോട്ടോർ സ്കില്ലിലെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് നടത്തിയാലാണ് ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഹാൻഡ് ഐ കോർഡിനേഷനും കാര്യങ്ങളും ഒരുപാട് ആസ്പെക്ട്സ് അതിനുണ്ട്. അതുകൊണ്ടാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയാലാണ് കുട്ടി എഴുതുള്ളൂ. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ എഴുതാൻ മടിയന്മാരാണ്. മടിയെന്നല്ല, അവർ എഴുതാൻ തയ്യാറല്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇപ്പോൾ സ്കൂളുകളിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലക്ക് എനിക്ക് തോന്നിയ കാര്യം, കുട്ടികൾ എഴുതാൻ തീരെ താല്പര്യം കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സീയിങ് ഈസ് ബിലീവിങ് എന്നാണല്ലോ നമ്മൾ പറയാം. എന്താ കാണുന്നത്? അവർ ആരെങ്കിലും വീട്ടിലെഴുതുന്നത് കാണുന്നില്ല. ഈവൻ ടീച്ചേഴ്സ് വരെ എഴുതുന്നത് കാണുന്നില്ല. അവർ ഉപയോഗിക്കുന്നത് ടാബുകളും പിന്നെ പാനൽ ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ്. അതിലാണ് എഴുതുന്നതും. അപ്പോൾ ഇപ്പോൾ പാനൽ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളത് എഴുതിയാൽ നമ്മളെങ്ങനെ എഴുതിയാലും അക്ഷരങ്ങൾ കൃത്യമാക്കി മാറ്റി തരുന്നത്, എഡിറ്റ് ചെയ്ത് മനോഹരാക്കി തരുന്നു. അപ്പോൾ കുട്ടി ജീവിതത്തിൽ ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ എന്തിനാ കുട്ടിക്ക് എഴുത്ത്? അതൊക്കെ ആ കുട്ടിയുടെ ലിറ്ററസിയെ ബാധിക്കുന്നുണ്ട്. മിനിമം ഒരു ക്ലാസ്സിൽ കുറച്ചെങ്കിലും എഴുത്ത് പ്രോത്സാഹനം, അതായത് ആ പറയുന്ന ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എങ്കിലും കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് വളരെ നല്ലതാണ് മസ്റ്റാന്ന് തന്നെയാണ് പറയാം. അല്ലെങ്കിൽ അത്
അങ്ങനെ കുട്ടിയുടെ ലിറ്ററസിയെ ബാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ AI എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് എത്തിക്കൽ കൺസേൺസ് ഉണ്ട്. ഈ പറഞ്ഞൊരു കുട്ടികളുടെ സ്കില്ലിനെ അത് എത്രത്തോളം ബാധിക്കും, പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ അവിടെ എന്തൊക്കെ ഒരു ഗാർഡ് റെയിൽ എന്നാണ് പറയാൻ പറ്റുക, അതിന് ഈ കുട്ടിയുടെ സ്കില്ലിനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കോറായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടല്ലോ, കിട്ടേണ്ട റിസൾട്ട്, അതിനെ ബാധിക്കാതെ AI എങ്ങനെ എഡ്യൂക്കേഷൻ രംഗത്ത് കൊണ്ടുവരാം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഉണ്ട്. പക്ഷെ എങ്ങനെ നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള കുട്ടികളെല്ലാവരും ഇപ്പം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് കട്ടായിട്ട് അതിപ്പോൾ അസൈൻമെന്റ് ആണെങ്കിലും പ്രൊജക്റ്റ് ആണെങ്കിലും സ്പീച്ച് ആണെങ്കിലും എല്ലാത്തിനെയും നമ്മളെക്കാൾ കൂടുതൽ, അതായത് മില്ലേനിയൽസിനേക്കാൾ കൂടുതൽ അത് ഉപയോഗിക്കുന്നത് ജെൻസിയും ആൽഫ സ്റ്റുഡൻസും ആണ്, ആൽഫ ജനറേഷൻ സ്റ്റുഡൻസും ആണ്. അവരത് ഉപയോഗിക്കുന്ന അത് അവരുടെ ഇൻഫർമേഷന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അവർക്ക് ഇൻഫർമേഷനും നോളജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഫാക്ട് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. പക്ഷേ സ്വന്തമായി നമ്മൾ റെഫർ ചെയ്തെടുക്കുന്ന, അപ്പം നിങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എത്ര പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവും? ഒരുപാട് പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളുടെ പേരൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവും. ആ സാധനമൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഴ് വരവോട് കൂടിയിട്ട്. പിന്നെ ഗ്രമാറ്റിക്കൽ എറേഴ്സ് കുട്ടിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടി എന്ത് കൊടുത്താലും വിത്തൗട്ട് എറർ എന്ത് ചെയ്യും, തിരിച്ച്. അപ്പോൾ അവിടെ ലാംഗ്വേജ് സ്കില്ല്, ഞാനൊക്കെ ഫ്രണ്ട്സ് ഇത് ഞാൻ പറഞ്ഞല്ലോ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉണ്ടായ വലിയൊരു പ്രശ്നം ഇതായിരുന്നു, സ്പെല്ലിങ്. ഇംഗ്ലീഷിൽ എഴുതേണ്ടത് സ്പെല്ലിങ്ങും ഗ്രാമറിൽ പിന്നെ കുറെ ക്ലിയർ ആയിരുന്നു, സ്പെല്ലിങ് ഭയങ്കര ഇഷ്യൂ ആയി. ഇപ്പോഴത്തെ കുട്ടികളിലാണ് ഞാൻ പറയുന്നത്. അല്ല നമ്മളിപ്പോ ഇത് അറിയല്ലോ, നമ്മൾ കുറെ എഴുതി വന്നാണല്ലേ. പക്ഷെ കഴിഞ്ഞ ഒരു 5-6 വർഷമായി കിൽബോട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, ഗ്രാമറിൽ 2 ടൂൾ ഞാൻ കുറെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ക്രോമ എക്സ്റ്റൻഷൻ എന്റെ ലാപ്പിലുണ്ട്. ഞാൻ എന്ത് ടൈപ്പ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി അവിടെ റെഡ് വരുന്നു, ഞാൻ ക്ലിക്ക് അടിച്ചാൽ ക്ലിയർ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല. ഈ അവിടെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളത് പഠിച്ചതിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ സീരിയസ് ഇഷ്യൂ. അവർക്ക് എത്രത്തോളം അതിൽ ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവർക്കത് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ ടീച്ചേഴ്സ് എന്തായാലും കൊടുക്കണം. അതാണ്. പക്ഷെ ടീച്ചേഴ്സിനെ എന്തായാലും AI റീപ്ലേസ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ കാര്യം ചോദിച്ചാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ്, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഏർലി ചൈൽഡ്ഹുഡിൽ പറയുന്നത് 5 ഡൊമൈനാണ്: ഫിസിക്കൽ, സോഷ്യോ ഇമോഷണൽ, എത്തിക്കൽ, കൊഗ്നിറ്റീവ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി, ആൻഡ് ലാസ്റ്റ് വൺ എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ. ഈ 5 ഡൊമൈനിലാണ് ശരിക്ക് ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. ഒരു കുട്ടിയുടെ ശാരീരികമായ വികാസം സംഭവിക്കണമെങ്കിൽ AI കൊണ്ട് ഉപയോഗിക്കുന്നതിനൊരു പരിധിയുണ്ട്. അവർ കളിക്കേണ്ടടുത്ത് കളിക്കുക തന്നെ വേണം. റോബോട്ട് ഉണ്ടെങ്കിലോ അതിനുപയോഗിച്ച് ആള് മൂവ്മെന്റ് നടത്താണല്ലോ. പിന്നെ സോഷ്യൽ, ഇമോഷണൽ, എത്തിക്കൽ, ഈ 3. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ യുനെസ്കോൻ്റെയൊക്കെ പഠനം കാണിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറേ ആളുകൾ ആത്മഹത്യ, ഇപ്രാവശ്യവും നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. നീറ്റ് എക്സാം ക്യാൻസൽ ആയപ്പോൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം പ്രശ്നമാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അത് ഇതുവരെ അവിടെ ഒരു ഹ്യൂമൻ ടച്ച് ആവശ്യം. ഇതുവരെ നമുക്ക് ഒരു AI കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അപ്പോൾ അതൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടെങ്കിലാണ് അവർക്ക് ആ ഇമോഷണൽ. നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ എല്ലമുകളൊക്കെ പൊതുവെ അത്ര വരാത്തൊരു ഏരിയയാണ് ഒരു സൈക്കോളജിക്കൽ, അതായത് ഇമോഷണലി എങ്ങനെ ഇന്റലിജൻസ് ഉണ്ടോ. ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് കറക്റ്റാണ്. ഒരു ഇന്റലിജൻസും ഇല്ല. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാറ്റ ഡ്രിവൺ ആണ്. ഡാറ്റ കൊടുത്ത് അതിന് ട്രെയിൻ ചെയ്ത മോഡലിനനുസരിച്ച് അത് അത്ര നമുക്ക് അക്യുറേറ്റ് ആയെന്ന് തോന്നുന്ന രൂപത്തിൽ അത് അത്ര സ്പീഡിൽ തരുന്നതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ തോന്നുന്നതാണ്. എന്തായാലും അതിന് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, തിങ്കിങ് പവർ ഇല്ല, ഇമോഷണൽ ഇൻ്റലിജൻസ് ഒന്നും അതിനില്ല. പക്ഷെ വി ഫീൽ ദാറ്റ്, നമുക്കങ്ങനെ തോന്നുന്നുണ്ട് ഇതിനങ്ങനെ ഉണ്ട് എന്നുള്ളത്. കാരണം അത് അതിൻ്റെ ഒരു സ്വഭാവം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്, അതിനങ്ങനെ ട്രെയിൻ ചെയ്തുള്ളത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കുട്ടികൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നുള്ളതാണ്. ഒന്നാമത് ഇതിപ്പോൾ പരസ്പരം പങ്കുവെക്കാൻ കുട്ടികൾ മടിക്കുന്നുണ്ട്. ഇഷ്യൂസാണ് എന്തെങ്കിലും തുറന്നു പറയാൻ അല്ലേ. ഈവൻ പാരൻസും 2-3 ഘടകങ്ങൾ ഉണ്ടാവാം.
ഓപ്പണായ ഒരു സംസാരിക്കാനുള്ള അവസരം വീട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇല്ല, അത് പാരന്റിങ്ങിന്റെ പ്രശ്നം കൂടെ അവിടെ ഉണ്ട്. രണ്ട് ഇപ്പോൾ പിയേഴ്സിനോട് തന്നെ ഇത് വേണ്ട പോലെ ഷെയർ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടായി. നമ്മളത് ചെയ്തിരുന്നു, പരസ്പരം ഷെയർ ചെയ്തിരുന്നു. പിന്നെ കുട്ടികൾ കുറച്ചുകൂടി സെക്ലൂഡഡ് ആണല്ലോ അപ്പോൾ അവർ അവരുടേതായ ലോകത്തേക്ക്. അപ്പോൾ അവർ AI ടൂളിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം അടുത്തുണ്ടല്ലോ അമേരിക്കയിലൊരു പയ്യൻ എൻ്റെ ലൈഫിലെ ഇമോഷണൽ കാര്യങ്ങൾ സംസാരിച്ച് AI അവൻ്റെ ഇമോഷണൽ പാർട്ട്ണറായി. ലാസ്റ്റ് എന്തോ അവനക്ക് പറയാൻ പറ്റാത്ത അവനക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ജെമിനി പറഞ്ഞു എന്നോ ChatGPT പറഞ്ഞ് ഇപ്പോൾ കേസാണ്. അപ്പോൾ കുട്ടികൾ അത് ഉപയോഗിക്കും. ആ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ടീച്ചേഴ്സിന് കഴിയും. അതായത് പറഞ്ഞത് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ ടീച്ചേഴ്സിനെ കഴിയും. ഇമോഷണൽ സപ്പോർട്ട് കൊടുത്താലാണ്. അതുകൊണ്ടല്ലേ 21st century സ്കിൽസിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 21st century സ്കിൽസിലെ എല്ലാ സ്കിൽസും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പറയുന്നത് അതിന് ശരിക്കും ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോളജ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഡാറ്റയ്ക്ക് ഒരു കുറവില്ല. പണ്ടൊക്കെ നമ്മൾ അശ്വമേധമൊക്കെ ഉണ്ടല്ലോ, GS പ്രദീപ്, അതിനൊന്നും പ്രസക്തിയില്ല. കാരണം അതൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ അന്ന് അങ്ങനെ ഇന്നല്ലോ. അന്ന് ആരാണ് ഏറ്റവും വലിയ ആളെന്ന് വെച്ചാൽ അത്ര അറിവുള്ള ആൾ, ഡാറ്റ ഉള്ള ആൾ, അത്ര അറിവുള്ള ആൾ. ഇന്നിപ്പോൾ അതല്ല. ഡാറ്റയെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാനും തിങ്ക് ചെയ്യാനും അപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കാവുന്ന നല്ലൊരു സ്കില്ലായിരിക്കും തോന്നുന്നു എനിക്ക്. അല്ല, അത് മാത്രം 21st century സ്കിൽസ് എല്ലാ രൂപത്തിലും. അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നുണ്ട്, ക്രിയേറ്റീവ് തിങ്കിങ് വരുന്നുണ്ട്, കൊളാബറേഷന്റെ കാലഘട്ടം. എന്താ കൊളാബറേഷൻ മീൻസ്? അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല വരുന്ന കാലഘട്ടത്തിൽ. ബിസിനസ് എടുത്ത് നോക്കിയേ, ബിസിനസ്സിൽ ഒരാൾ ചെയ്യുന്നതാണോ ഇപ്പോൾ കൊളാബറേഷൻ ആയിട്ട് ചെയ്യുന്നതാണോ കൂടുതൽ കാണുന്നത്? അപ്പോൾ കുട്ടികൾ ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്പുകളും കാര്യങ്ങളും ക്രിയേറ്റ്. അപ്പോൾ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അവരുടെ ഇടയിൽ പരസ്പരം അറിയാനും ഇതൊരു 21st century സ്കിൽസാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലിൻ്റെ ആണ്. ഇൻഫർമേഷൻ മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് 21st century സ്കിൽസിന്റെ ഭാഗമാണ്. കാരണം ഏതൊക്കെയാണ് ഫേക്ക്, ഏതൊക്കെയാണ് അതല്ലാത്തത് എന്നുള്ളത് തിരിച്ചറിയാൻ, റിയൽ ന്യൂസ് എന്നുള്ളത് തിരിച്ചറിയാൻ. അതുപോലെ തന്നെ ടെക്നിക്കൽ ലിറ്ററസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഡിങ്ങും AI ഒക്കെ പഠിപ്പിക്കൽ തന്നെയാണ് കേട്ടോ. അതല്ലാതെ നമ്മൾ ഒരു ഡിവൈസിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതല്ല, ടൂൾ ഉപയോഗിക്കുന്നതല്ല. പകരം AI-യുടെ അല്ലെങ്കിൽ കോഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അറിയുന്ന ആൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു നോ കോഡ് ഇയർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് AI-നെ. കോഡിങ് ഇല്ലാത്തൊരു കാലം വന്നു. വൈബ് കോഡിംഗ് ഒക്കെ ഉണ്ട്. വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വിത്തൗട്ട് കോഡ് വി ക്യാൻ ഡെവലപ്പ് വെബ്സൈറ്റ്, ആപ്പ്, ഗെയിംസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് AI കോഡ് ചെയ്യും. ഇപ്പോൾ ക്ലോഡൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ക്ലോഡൊക്കെ എടുക്കനാ കോഡ് ചെയ്യാനൊക്കെ. അതുപോലെ ഇപ്പോൾ കോഡേഴ്സിന്റെ ജോലിയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. പക്ഷെ കോഡ് അറിയുന്ന ആൾക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവർക്ക് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു എന്താണ് അതിന്റെ ഒരു കെമിസ്ട്രി എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇതിനോട് എൻഗേജ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജൂനിയർ കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് അത് ഉള്ളത്. പക്ഷെ അത് സ്കൂളിൽ പക്ഷെ അതിന് ഫ്യൂച്ചറൊന്നുമില്ല. കോഡിങ് പഠിച്ചുകൊണ്ടൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ല. പക്ഷെ കോഡിങ് അറിയുന്ന ആൾക്കാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി. അല്ല, അവിടെ എനിക്കൊരു സംശയമുള്ളത്, ഈ കമ്പ്യൂട്ടർ സയൻസ് BTech എടുക്കുന്നതിനുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാധനത്തിന് സാധ്യതയില്ലേ? ഈ കോഡിങ് രംഗത്ത് വല്ലാതെ ഉണ്ടാവില്ല. 75% ഓഫ് ഗൂഗിളിന്റെ കോഡിങ് ചെയ്യുന്നത് AI ആണെന്നാണ് ഈ അടുത്ത് CEO പറഞ്ഞത്. അപ്പോൾ ഒറാക്കിളിൽ നിന്ന് 30,000 പേരെയാണ് കഴിഞ്ഞ മാസം പുറത്താക്കിയത്, ഒറാക്കിൾ കമ്പനി കോഡേഴ്സിന്. അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡായിട്ട് കോഡിങ് AI ചെയ്യും. പിന്നെ എന്തിനായിരിക്കാം ഹ്യൂമൻ ഇന്ത്യയിൽ കോഡിങ് 21st century വന്നിട്ടുണ്ട്. അതാ ഇതിന് ഐ തിങ്ക് കുറച്ച് AI ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ സെറ്റ് ചെയ്തേക്കും. 21st century എന്ന് പറഞ്ഞാൽ നേരെ സെറ്റ് ചെയ്താണ്, അതുകൊണ്ട് വന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ ഗുണം എന്താ വെച്ചാൽ ഈ പൈത്തൺ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട് കുട്ടികൾക്ക്. പക്ഷെ അതുകൊണ്ടല്ല ഇപ്പോൾ ഈ AI ഉണ്ടാക്കിയൊരു വലിയ വിപ്ലവം അതാണല്ലോ. പണ്ട് ഡിസൈൻ ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? ആ ഡിസൈൻ സോഫ്റ്റ്വെയർ അറിയുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. വീഡിയോ എഡിറ്റിങ് ആ സോഫ്റ്റ്വെയർ. വെബ് ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ആണ് ടെക്നിക്കൽ, ഫ്രണ്ട് എൻഡ് ഡിസൈനാണ് വെബ്സൈറ്റിൻ്റെ. ആപ്പും ഗെയിംസൊക്കെ ആ കോഡ് അറിയണം. ഏതെങ്കിലും ജാവ അല്ലെങ്കിൽ പൈത്തണോ HTML ഉപയോഗിച്ച് കോഡിങ് ചെയ്യണം നമ്മൾ. അതിൻ്റെ ആ പണി കംപ്ലീറ്റ് AIക്ക് അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് പ്യുവർ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ടെസ്റ്റ് ചെയ്താൽ മതി. എനിക്ക് ഇന്നാലിൻ്റെ പർപ്പസുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, ഇന്നാലിൻ്റെ പർപ്പസുള്ളൊരു ആപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ബാക്ക് എൻഡിൽ ക്ലോഡോ അല്ലെങ്കിൽ ടൂൾസ് അതെന്ത് ചെയ്യും, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പം അത്രയും അപ്പം പഠിപ്പിക്കുന്നത് ഒരു പക്ഷെ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. 0-ന്റെയും 1-ന്റെയും കളിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ, അത് അറിയുന്ന ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, നോ ഡൗട്ട്. അതുകൊണ്ടായിരിക്കാം. പിന്നെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ CBSE-യിലൊക്കെ അത് സിലബസിന്റെ ഭാഗമായിട്ട് വന്നു. AI വരുന്ന കാലത്തും കുട്ടികൾ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട സ്കില്ല് ഏതെന്ന് വെച്ചൊരു സാറിന് ഒരു 5 പറയാൻ പറ്റും. ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്ന 21st സെഞ്ച്വറി സ്കിൽസ്, ഇമോഷണൽ ഇന്റലിജൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏത് സാഹചര്യമായിട്ടും ഇന്റലിജന്റ്, അതായത് ഇമോഷൻ ആവാതെ ഇന്റലിജന്റ് ആയിട്ട് സമീപിക്കാനുള്ള കഴിവ്. പരീക്ഷയെ തോൽക്കാം, പല പ്രശ്നങ്ങളുണ്ടാവും, ജോലി പോകാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. ഇപ്പൊ യുദ്ധം നടക്കല്ലേ, ഈ യുദ്ധം ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കട്ടെ, നമുക്കൊക്കെ അങ്ങനെയാണ് ആഗ്രഹം. ഒരു പക്ഷേ GCC-നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് മസ്റ്റാണ്, വേണം. ഈ വാക്ക് കേൾക്കുമ്പോൾ എന്തോ ആണ് തോന്നും, വളരെ സിമ്പിളായ കാര്യമാണ്. മനുഷ്യന് പഴമക്കാർക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്ന കാര്യം. ഏത് പ്രതിസന്ധി നേരിടാൻ പറയാ, ഫീലിംഗ് അല്ല തിങ്കിങ് ആണ് വേണ്ടത്. ഫീലിംഗിൽ കാര്യം, പക്ഷെ ഫീലിംഗ് ആണ് ഇപ്പൊ കൂടുതലുള്ളത്. ഇമോഷൻസിനാണല്ലോ പ്രാധാന്യം. കണ്ടില്ലേ കോണ്ടന്റ്, ഇമോഷണൽ കോണ്ടന്റ് ഇട്ടാല് നന്നായി വർക്കാവും. ഇപ്പം ഞാൻ കാർ എടുത്തുകൊണ്ട് വീഡിയോ ഇട്ട് അത് വർക്കാവില്ല, പക്ഷേ എൻ്റെ വൈഫിൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു, ആ സ്വപ്നം ഞാൻ അങ്ങനെ ഇമോഷണലായിട്ട് അത് അവതരിപ്പിച്ചാൽ ആ കോണ്ടന്റ് നന്നായിട്ട് പറഞ്ഞു. ശരിയാണ്. അതുപോലെയാണ് നേരത്തെ പറഞ്ഞ ഒരു സാധനമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങും. അപ്പോൾ ഒന്ന് ഇമോഷണൽ ഇന്റലിജൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് 2, ക്രിയേറ്റീവ് തിങ്കിങ് 3, രണ്ടും വേണം. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വാർത്ത കണ്ടാൽ, ഇപ്പോൾ AI എന്ന് വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നു, നിങ്ങളൊരു AI എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ AI ആണ്, പക്ഷെ അത് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അപ്പുറത്തില്ലെങ്കിൽ അത് റിയൽ ആണെന്ന് വിശ്വസിച്ചു. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അത് മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ, 2 തരത്തിലുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, ഇന്നവേഷൻ വേണം. ഇതിനേക്കാൾ അപ്പുറം ഞാൻ ഇപ്പോൾ കാണുന്ന മറ്റൊരു ഇമോഷണൽ സാധനം പോലെ തന്നെ കണ്ടൊരു സ്കില്ലാണ് സോഷ്യൽ സ്കിൽസ്. അതിൽ വരുന്ന സാധനമാണ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സോഷ്യൽ അവയർനെസ്. കാരണം ഇത് നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ പോലും പല ഈ ജെൻസി തലമുറയിലും ആൽഫ തലമുറയിലും ഒക്കെ ഇതുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. നമ്മളില്ല എന്ന് പറഞ്ഞ് കുറേ കുട്ടികളില്ല, അതൊരു സത്യമാണ്. എന്നാൽ ഉള്ള ആളുകളുണ്ട്, സോഷ്യൽ അവയർനെസ് ഉള്ള ആളുകളുണ്ട്, സോഷ്യൽ സ്കിൽസ് നന്നായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരാളുടെ ഒരു വേദന മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കും, അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനിയും വേണ്ട ശേഷികളാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, ഒറ്റയടിക്ക് ഇതൊക്കെ അങ്ങോട്ട് അടിച്ചു പോയി. ഇതൊക്കെ ടെക്നിക്കലാണല്ലോ സാധനം കംപ്ലീറ്റ് ആണ് നശിച്ചു പോയാൽ മനുഷ്യനെ നിലനിൽക്കണം. ഡാറ്റാ സെന്റേഴ്സ് പോയാൽ കംപ്ലീറ്റ് അവിടെയാണ്. അതെ, ഈ ടൂൾസ് കംപ്ലീറ്റ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഡാറ്റാ സെന്റേഴ്സിലാണ്. അത് ഫോർ എക്സാമ്പിൾ സംഭവിച്ചതിന് വേണമെങ്കിൽ സോഷ്യൽ സ്കില്ല് വേണം. മറ്റൊരാളാണ് അല്ല, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് വേണം. ഇത് AI-യുടെ ഒക്കെ ഭാഗമാണ് കേട്ടോ. നിന്ന് ഇമോഷണൽ ഇന്റലിജൻസ് നിന്ന് വരുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇത്. ഈ സോഷ്യൽ സ്കില്ലൊക്കെ അങ്ങനെ തന്നെ ഭാഗമായിട്ട് സ്റ്റുഡൻസിന് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ എന്താണ് ഒരു അതിൻ്റെ ടീച്ചർ സെൻറ്റേർഡ് ക്ലാസ്സിൽ നിന്ന് ഒന്നാമത് ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ്സിലേക്ക് മാറണം എന്നുള്ളതാണ്. അതായത് ടീച്ചർ അത് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലെസൺ പ്ലാൻ അറിയാമല്ലോ, ടീച്ചർ ലെസൺ പ്ലാനുകളിൽ ഒരു കണ്ടന്റ് എഴുതുമ്പോൾ ആ കണ്ടന്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ഇൻ്റഗ്രേഷൻ വേണം. അത് 21st സെഞ്ച്വറി സ്കില്ലിനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഉദാഹരണം ഒരു പ്രോസ് കൊടുക്കുന്നു, അതിനെ കുട്ടി സ്വന്തമായി എങ്ങനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആശയം എങ്ങനെ കാണുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വിമർശനാത്മക കുറിപ്പ് എങ്ങനെ കുട്ടി തയ്യാറാക്കുന്നു എന്ന് കുട്ടിക്കുള്ള സ്പേസ് കൊടുക്കണം. ടീച്ചർ അവിടെ നിന്ന് പ്രസന്റ് എല്ലാം ടീച്ചർ ലെക്ചർ ചെയ്യരുത്. ഇത് ഇപ്പോൾ CBSE-യും NCERT-യും സ്റ്റേറ്റ് ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ മാറിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ എല്ലാ ബോർഡുകളെയും ക്വസ്റ്റ്യൻ പേപ്പർ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്ന് കോമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷനിൽ എന്നാണ് അതിന് പറയാം. കോമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പണ്ട് നമ്മൾ എഴുതിയത് ഓർമ്മയുണ്ടോ? ഒരു പാഠം പഠിക്കും, അതിൽ കുറച്ച് ചോദ്യങ്ങൾ എഴുതും, അതിൻ്റെ ഉത്തരം എഴുതും, അത് കാണാതെ പഠിക്കും, അത് പോയിട്ട് പരീക്ഷയ്ക്ക് എഴുതും, പരീക്ഷയിൽ മാർക്ക് ജയിക്കും. ഇപ്പം ആ പണി നിർത്തി. ഇതിനു വേണ്ടി ഈ കുട്ടികളുടെ ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ല് ഉയർത്താൻ വേണ്ടിയിട്ട്
ബോർഡുകൾ CBSEയും സ്റ്റേറ്റ് ബോർഡുകളൊക്കെ പരീക്ഷാ പേപ്പറിൽ മാറ്റം വരുത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ +2ന്റെ റിസൾട്ടൊക്കെ ഇപ്രാവശ്യത്തെ കുറഞ്ഞു പോയത്. ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ 2005 72% SLC റിസൾട്ട്. +2 60 ഒക്കെ ശതമാനമായിരുന്നു. അല്ല, അത് 100ലേക്ക് വന്നില്ല. പിന്നെ 100 വന്നു. ഞാൻ പറയുന്നത് പിന്നീട് ഇപ്പൊ തിരിച്ചു പോകുന്നില്ല. 10ാം ക്ലാസ്സിന് പോയിട്ടില്ല, പക്ഷെ +2ന്റെ റിസൾട്ട് കുറച്ചും കൂടി ടൈറ്റ് ആയി വന്നിട്ടുണ്ട്. അവരുടെ പരീക്ഷകളും പ്രത്യേകിച്ച് ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സാധനമാണ്. ഈ കോമ്പിറ്റൻസി പറഞ്ഞല്ലോ, കോമ്പിറ്റൻസി ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ്. അവിടെ AI എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് തോന്നിയിട്ടുണ്ട്? ഈ കോമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു നോളേജിനെ, നമുക്കുള്ള നോളേജിനെ നമ്മുടെ അത് റിയൽ ലൈഫിൽ സ്കില്ലായിട്ട് ഉപയോഗിക്കുന്നതിനാണ് പറയുന്നത്. പിന്നെ അതായത് നമ്മൾ പഠിച്ചൊരു കാര്യത്തെ പ്രായോഗിക ജീവിതത്തിൽ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. അത് വാല്യൂസും ആറ്റിറ്റ്യൂഡും കൂടി പോസിറ്റീവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചു, അതൊരു കോമ്പിറ്റൻസിയാണ്. വണ്ടി ഓടിക്കാൻ പറയലൊരു നോളേജാണ്. ഉദാഹരണത്തിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഗിയറിടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, ഇതൊരു നോളേജ് പാർട്ടാണ് ഇതിൻ്റെ. ഈ നോളേജ് പാർട്ട് അത് നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് അതിൻ്റെ കോമ്പിറ്റൻസി നേടിയെടുത്തിട്ട് ഒരു സീബ്ര ക്രോസ് ലൈനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആൾ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ചവിട്ടുക എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡും വാല്യൂസും ഒക്കെ. ഇത് AIക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ സംശയം. കാരണം ഇത് നമ്മൾ ഈ വാല്യൂസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അവിടെ ചവിട്ടി കൊടുക്കണം. ഇപ്പോൾ ടെസ്ല അങ്ങനത്തെ ഒരുപാട് പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിച്ചുകൊണ്ട്. ഡമ്മി ആയിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന്, അതായത് എത്ര മൈനസ് സെക്കൻഡിൽ AIക്ക് ഇത്, കാരണം അത്രയും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് സഡൻ ബ്രേക്ക് ഇടാൻ പറ്റും. ഇപ്പോൾ അങ്ങനത്തെ ടെസ്റ്റൊക്കെ അമേരിക്ക ചെയ്യുന്നവർ ഇതിൽ പറയണത്തിൽ ഫെയിലിയർ ആണ് സംഭവം. ഇതുവരെ സക്സസ് ആയതുകൊണ്ടാണ് പബ്ലിക് റോഡിലേക്ക് വല്ലാതെ ഇറങ്ങാൻ. സക്സസ് ആയാൽ വന്നു കേട്ടോ. അതെ, ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഹ്യൂമൻ്റെ ഇടപെടൽ പോലെ അത്ര ക്ലാരിറ്റി ഇതിലുണ്ടാവുന്നു. കാരണം ഇതിൻ്റെ വിഷൻ ലേണിംഗ് ആണിത്. AI നമ്മൾ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് മുന്നിൽ വന്നാൽ ബ്രേക്ക് ചവിട്ടണം, അത് എത്ര ഗ്രാവിറ്റിയിൽ ചവിട്ടണം, അതൊക്കെ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷൻ ലേണിംഗ് ആണ് ഈ സംഭവം. അപ്പോൾ ആ വിഷൻ ലേണിങ്ങിൻ്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പക്ഷെ സ്റ്റിൽ അവിടെ അതൊരു ടെക്നോളജിയാണ്, ഒരു ഡിവൈസാണ്. അതിന് വേറെ, കാരണം ഈ AI-ൻ്റെ ഇപ്പോൾ ഒരു സംഭവം കാണുന്നത് വെച്ചാൽ, AI ഒരു തിങ്കിങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അതിനെ ട്രെയിൻ ചെയ്തല്ലാത്ത വേറെ സംഭവം ആക്ട് ചെയ്തുകൂടാ ഇല്ലത്. ഇപ്പം നമ്മൾ ഇഫ് ദെൻ റൂളാണല്ലോ അത്. ഇങ്ങനെ കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ഇങ്ങനെ ആക്ട് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റാണ് ഇഫ് ദെൻ. അതല്ലാത്തൊരു സാഹചര്യം വന്നാൽ അപ്പോഴും അതും പഠിപ്പിക്കണം. അങ്ങനെ സാഹചര്യം വന്നപ്പോൾ അത് വർക്ക് ചെയ്യൂല. ഡൈവേർഷൻസ് വന്നാൽ അപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ തന്നെയാണ് അവിടെ നന്നായിട്ട്. അത് സംശയമൊന്നുമില്ലേ, ഹ്യൂമൻ ബ്രെയിൻ ആണ്. അല്ല, ഇത് ഉണ്ടാക്കിയത് ഹ്യൂമൻ ബ്രെയിൻ തന്നെയാണ്. ഞാൻ ചോദിച്ചൊരു കോമ്പിറ്റൻസി, കുട്ടികളുടെ ഇപ്പോൾ പഠനത്തിൽ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഇപ്പോൾ മാത്തമാറ്റിക്കൽ കോമ്പിറ്റൻസി അല്ലേ, ഒരു വളരെ പ്രധാനം. ഇപ്പോൾ NEP ഫൗണ്ടേഷൻ ഇയറിൽ പറയുന്നത് എന്താണ്? ലിറ്ററസി ആൻഡ് ന്യൂമറസി. ഇതിൽ AIക്ക് വല്ല റോളുണ്ടോ ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്? ടീച്ചേഴ്സിന് ലെസൺ പ്ലാനും ഉണ്ടാക്കാൻ വേണ്ടി, നല്ല വീഡിയോ കോണ്ടന്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. അവരുടെ അസസ്മെന്റ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കോമ്പിറ്റൻസി അസസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. പക്ഷെ കുട്ടികൾക്ക് അത് എത്രത്തോളം പിന്നെ പ്രായോഗികമാക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ, കാരണം അത് കുട്ടിയുടെ ഒരു കഴിവ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട സാധനമല്ലേ. അതെ, കുട്ടികളെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ആ ബേസിക് സ്കിൽ ഇല്ലാതാവില്ലേ ചെയ്യാം. കോമ്പിറ്റൻസി എന്ന് പറയുന്നത് അവരിപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം, അഡീഷൻ പഠിപ്പിക്കുന്നു. ഈ അഡീഷൻ പഠിപ്പിക്കുന്നത് അവരുടെ റിയൽ ലൈഫിൽ പോയിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് അത് അഡീഷൻ പഠിക്കേണ്ട ആവശ്യം വരില്ല. ആ കോൺസെപ്റ്റ് അവർക്ക് കിട്ടില്ല. അവരത് AI കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസ് കൊണ്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷേ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ലെങ്കിൽ ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി കുട്ടിക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ AI4B സ്റ്റുഡൻസിൻ്റെ കോഴ്സ് നടത്തുന്നുണ്ട്. നമ്മളതിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഔട്ട്ലൈൻ ഐഡിയ ഒക്കെ നിങ്ങളതായിരിക്കണം. അതിനെ ബെറ്റർ ആക്കാൻ, ചെയ്ത വർക്കിനെ
ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ അസസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവുമോ എന്ന് ചോദിക്കാൻ, എൻഹാൻസ് ചെയ്യാൻ, ഒപ്റ്റിമൈസ് ചെയ്യാൻ, ബ്യൂട്ടിഫൈ ചെയ്യാൻ. പക്ഷെ അങ്ങനെ ആവോ കുട്ടികൾ ചെയ്യുന്നുണ്ടാവുക? കുട്ടികൾ അങ്ങനെ ആവോ ചെയ്യുന്നത്? ആ രൂപത്തിൽ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതർവൈസ് ദേ വിൽ ഗോ നോ ഡൗട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളിപ്പോൾ പറഞ്ഞ പിന്നെ ന്യൂമറസി പഠിപ്പിക്കുന്ന സ്ഥലത്ത് കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്നത് വേണം. അപ്പോൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി കാശ് കൊടുത്ത് അത് ആഡ് ചെയ്ത് ലെസ് സബ്ട്രാക്ട് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി കുട്ടിക്ക് ഉണ്ടായി അതിനുശേഷം കുട്ടി അത് ഉപയോഗിക്കുന്നതാണെങ്കിൽ ദാറ്റ് വുഡ് ബെറ്റർ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള വിഷയത്തിൽ. അതല്ലെങ്കിൽ അങ്ങനെ AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ സ്കില്ല് വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളെ പോലത്തെ സാറ് ഞാനൊക്കെ നമ്മളൊക്കെ മില്ലേനിയൽ ഇപ്പോൾ ജനിസിക്കാനാണെങ്കിലും അവർ കുറേ കാര്യങ്ങൾ പഠിച്ചു, എന്തെങ്കിലുമൊക്കെ സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് AI വരുന്നത്. അതെ അതെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തൊക്കെ നമ്മുടെ നിലവിലുള്ള സ്കില്ലിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നതല്ല. അവർ നേരെ വരുന്നതിനെതിരേക്കാണ്. അതാണ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട് അതിനകത്ത്. പക്ഷേ നമ്മുടെ കുട്ടികളിപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ AI ഉപയോഗിക്കുന്നവരാണ്. അവർക്കൊക്കെ നന്നായി രസമാണ് അവർക്ക് ഉപയോഗിക്കാൻ. ജെമിനിയോട് ചോദിക്കുക. എൻ്റെ മക്കളും കാരണം എൻ്റെ മോളിപ്പോൾ ഡിഗ്രിക്കാണല്ലോ പഠിക്കുന്നത്. അവള് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവള് പഠിക്കുന്ന പല സാധനങ്ങളും ചോദിക്കുന്നത് AI-യോടാണ്. മോന് +2 പഠിക്കുന്നത്, അവനും ഇതേപോലെ AI ഉപയോഗിച്ചുകൊണ്ട്. അവിടെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ AI ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? അത് പെർസ്പെക്റ്റീവ് ലെവല് അല്ലെങ്കിൽ എത്തിക്കൽ ലെവൽ ഓക്കെ. ഫസ്റ്റ് ഫോർ സ്റ്റുഡൻസ്, ഈ അടുത്തൊരു സർവേ, ചൈന ബേസ്ഡ് സർവേ, അതിൽ ഹ്യൂമൻ ട്യൂട്ടറാണോ ഹ്യൂമനോയിഡ് ട്യൂട്ടറാണോ? അപ്പോൾ ഒരു 70% സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്തത് കാരണം അടി കൊള്ളണ്ട, കുത്ത് കൊള്ളണ്ട, അല്ല ഞാൻ പറഞ്ഞ അത് നോർമലി ഉള്ള, അതായത് ഒരു മനുഷ്യൻ എൻഗേജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില അതായത് അയാളുടെ ഇമോഷൻസ് ഒക്കെ സഹിക്കേണ്ടി വരും. സഹിക്കേണ്ടതില്ല. നോളജ് പഠിക്കുക, പോവുക. അല്ല, നോളജ് പഠിക്കാൻ AI ഉപയോഗിക്കുന്നു. ഉപയോഗിക്കാം. പിന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്ത സംഭവമാണെങ്കിൽ അത് വെച്ച് മുന്നോട്ട് ഉപയോഗിക്കാം എന്നാണ് ജനറേഷൻ ചിന്തിക്കുന്നത്. കാരണം അവർ കാണുന്നത് അങ്ങനെ ഒരു ലോകമാണ്. അവർക്ക് അതാണല്ലോ എളുപ്പം. അല്ല, എന്നാലും പറയുന്നത് ഞാൻ വായിച്ച സ്ഥലം അങ്ങനെയാണെങ്കിലും ഈ ടീച്ചേഴ്സിന്റെ ജോബിന് സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള ജോബുകളൊക്കെ അപേക്ഷിച്ച് AI വന്നാലും അങ്ങനെയാണ്. അത് ഗവൺമെന്റിൽ കൺസിഡറേഷൻ വരുമ്പോ ഉറപ്പായിട്ടും ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് തന്നെ പറയാം. ലൂപ്പിൽ ആര് വേണം? ഹ്യൂമൻ വേണം. അത് ഏറ്റവും ഉണ്ടാവേണ്ട സ്ഥലമാണ് എഡ്യൂക്കേഷൻ. മാനുഫാക്ചറിംഗിൽ ഇല്ലെങ്കിലും പ്രശ്നമുണ്ട് ഇപ്പോൾ അവിടെ. എന്താണ് ഇപ്പോൾ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ്, ഫുഡ്, കെമിക്കൽസ്, കാര്യങ്ങൾ, അതൊക്കെ ഇഷ്യൂ തന്നെയാണ്. എല്ലായിടത്തും ഇഷ്യൂ തന്നെയാണ്. ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് മസ്റ്റാണ്. ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് ആണ് ഏറ്റവും ബെസ്റ്റായിട്ടും പ്രൊമോട്ട് ചെയ്യേണ്ട രീതിയും. അതെ, അതേപോലെ തന്നെയാണ് കുട്ടികളെയും ട്രെയിൻ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം AI യുഗത്തിൽ അത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും നന്നായിട്ട് ജോലി ഇനി കിട്ടാൻ സാധ്യത. അതെ, തീർച്ചയായും. അപ്പൊ അവരെ അത് ഉപയോഗിക്കാതിരിക്കലല്ല വേണ്ടത്, എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും ട്രെയിനിങ് കൊടുക്കണം വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്കില്ലുകൾ അവർക്ക് മസ്റ്റായിട്ടും ഉണ്ടാക്കേണ്ട സ്കില്ലുകൾ ഉണ്ടാകുക. പക്ഷെ അതിന് കറണ്ട് സിലബസും നമ്മുടെ എഡ്യൂക്കേഷണൽ പെഡഗോഗി സിസ്റ്റം ഒക്കെ പ്രാപ്തമാണോന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഞാൻ അല്ലെന്ന് പറയാൻ ആളല്ല. കാരണം എന്താ ചോദിച്ചാൽ ഇതിന്റെ സിസ്റ്റത്തിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയല്ല, NCERT അതുപോലെ ഇപ്പം 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നതിന് ശേഷം NCFSയും NCFS ഒക്കെ വന്നതിന് ശേഷം ഇത്തരത്തിൽ കുട്ടികളെ ആ തരത്തിലുള്ള സ്കില്ലുകളാണ് ഡെവലപ്പ് ചെയ്യിക്കേണ്ടത്. ഈവൻ ആർട്ട് ഇൻ്റഗ്രേഷൻ ഉണ്ട്, സ്പോർട്ട് ഇൻ്റഗ്രേഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ 21st സെഞ്ച്വറി സ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ മറ്റുള്ള സബ്ജക്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു ഇൻ്റഗ്രേഷൻ എല്ലാ തലങ്ങളിലും ഉണ്ടാവണം എന്നാണ് പുതിയ പാഠ്യരീതികളോ ചട്ടക്കൂടുകളൊക്കെ പറയുന്നത്, പാഠ്യപദ്ധതി ചട്ടക്കൂടുകളൊക്കെ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം ടീച്ചേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് അങ്ങനെ പ്രൊപ്പോസൽ കാര്യങ്ങളുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട് കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് അത് എത്രത്തോളം താഴെ തട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈന സ്റ്റുഡൻസ്, ചൈനയിൽ ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ അവർ AI ഒരു കരിക്കുലത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ CBSE 3ാം ക്ലാസ് മുതലാണ് തോന്നുന്നുണ്ട്. CBSE ചില സ്കൂളുകളൊക്കെ 1ാം ക്ലാസ് മുതൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് പബ്ലിക്കേഷൻസ് ഒക്കെ ചിലത് 1ാം ക്ലാസ് മുതൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കുമ്പോൾ ഈ കുട്ടികളോടാണ് 1ാം ക്ലാസ്സിൽ തന്നെ AI അതിന്റെ ടോപ്പ് ലെവലിൽ ഉപയോഗിക്കുന്ന രാജ്യത്ത് നിന്ന് കുട്ടികളോട് കാര്യം നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക ആസ് എ കൺട്രി എന്ന നിലക്ക്. അപ്പോൾ കുട്ടികൾക്ക് ആ സ്കില്ല് ഉണ്ടാവണം. പക്ഷെ അതിന് നേരത്തെ പറഞ്ഞ ഒരു ഗാർഡ് റെയിലും ഒരു സിസ്റ്റവും ഒരു ഫ്രെയിം വർക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യണം. ആ തരത്തിലേക്ക് ടീച്ചേഴ്സ് എന്താവണം, ടീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യപ്പെടണം.
ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. മാറേണ്ടത് ടീച്ചേഴ്സാണ്. ഇപ്പം ഈ കുട്ടികളിൽ ഡിവൈസ് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷോർട്സ് കാണുക, ഇതിപ്പോൾ അവർക്ക് എന്തൊക്കെ ബ്രെയിൻ്റെ ഡാമേജ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരെ വീഡിയോസും ഇൻഫോർമേറ്റീവ് വീഡിയോസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ശരിയാണത്. എങ്ങനെ ഡിവൈസ് ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ എക്സ്പെർട്ട് എന്ന നിലക്ക് ഡിവൈസിൻ്റെ ഉപയോഗം എങ്ങനെ കുട്ടികളെ ബാധിക്കുന്നതാണ്? നല്ലത് ബാധിക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരൻസ് ചെയ്യുന്നത് എന്താണോ അതാണ് കുട്ടികളും ചെയ്യാം. ഞാൻ ഏറ്റവും വലിയ ഞാൻ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആരും എഴുതുന്നത് കാണുന്നില്ല, അതുകൊണ്ട് ഞാനും എഴുതണ്ട. ഈ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നിട്ടോ, എന്നിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. വീട്ടിലല്ല അച്ഛനും അമ്മയൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നത്, കുട്ടി മൊബൈൽ ഉപയോഗിച്ച്. അപ്പോൾ ഇവർ പിന്നെ എന്ത് ചെയ്ത് മൊബൈൽ മാറ്റിയിട്ട് ഇവർ വായിക്കൽ തുടങ്ങി. ചെറിയ കുട്ടിയാണ്. 2-3 ദിവസം ഇവർ തന്നെ ചെയ്തപ്പോൾ കുട്ടി മൊബൈലവിടെ വെച്ചിട്ട് കുട്ടി ബുക്ക് എടുത്ത് വായിക്കൽ തുടങ്ങിയാണ്. അത് എത്രത്തോളം റിയൽ എനിക്ക് അറിഞ്ഞു, പക്ഷേ അതിനൊരു സാർ പറഞ്ഞ സീയിങ് ഈസ് ബിലീവിങ്, അതിനൊരു അത് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ കെ എൻ ഷെരീഫ് സാർ പറഞ്ഞിരുന്നു ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കുട്ടീനെ നമ്മൾ സ്കൂൾ തുറന്ന സമയമല്ലേ, കുട്ടീനെ പുറത്തേക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ പറഞ്ഞേക്കണം. അപ്പോൾ അമ്മ എന്ത് ചെയ്യണം, കുട്ടിയെ കാത്തു നിൽക്കുമ്പോൾ ഒരു ബാഗ് ഇട്ടിട്ടും ഷൂ ഇട്ടിട്ടും കാത്തു നിൽക്കണം. എന്നിട്ട് കുട്ടി ഇറങ്ങി വരുമ്പോൾ കുട്ടി ഷൂവും ബാഗ് ഇട്ടിട്ടാണ് ഇറങ്ങി വരിക. അപ്പോൾ ഷൂ അഴിച്ചിട്ട് അമ്മ എന്ത് ചെയ്യണം, ഷൂ റാക്കിൽ വെക്കണം. അത് ആരും വെക്കണം, കുട്ടി അപ്പോൾ അതുപോലെ വെക്കും. അങ്ങനെ ബാഗ് എടുത്തിട്ട് ബാഗ് കൊണ്ടുപോയി വെക്കേണ്ട സ്പേസിൽ അമ്മ വെക്കണം. അപ്പോൾ കുട്ടി കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അമ്മ വാഷ്റൂമിൽ കയറണം, കുട്ടിയും വാഷ്റൂമിൽ കയറി എന്നിട്ട് കുളിച്ചിറങ്ങണം. ഇങ്ങനെ കുട്ടീനെ നിരന്തരമായി കുട്ടി എന്താണോ കാണുന്നത് അത് ചെയ്യും. അതാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉദാഹരണം. ഇതിൻ്റെ അപാരമായൊരു വെർഷൻ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. കാരണം സ്കൂളിൽ തുടങ്ങിയല്ലേ, ഇപ്പോൾ സ്കൂൾ ഇപ്പോൾ തുറന്നിട്ടല്ലേ ഉള്ളൂ. സ്കൂളിൽ കുട്ടി വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് അങ്ങനെ പോയി നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയം ലഞ്ചിൻ്റെ ടൈമിൽ നോക്കുമ്പോൾ ഒരു കുട്ടി വാവിട്ട് കരയാണ്. എന്നിട്ട് അപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ പാരൻറ്റിനെ വിളിക്കുക. ആ പാരൻറ്റിനെ വിളിച്ചപ്പോൾ കുട്ടിയുടെ പാരൻറ്റ് പറയുന്നത് അവൾ മൊബൈൽ ഫോൺ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ ആ മൊബൈൽ ഫോൺ കണ്ടിട്ട് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ സ്കൂൾ വന്നിട്ട് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുട്ടിയുടെ മൈൻഡിൽ എന്തുണ്ട്, ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ കാണണം. പണ്ട് പാവ്ലോവിൻ്റെ തിയറി പഠിച്ചിട്ടുണ്ട്, നായയുടെ വായിൽ നിന്ന് സലൈവ വരുന്നത്, ബിഹേവിയറിസം എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. ആ തിയറി പറഞ്ഞതുപോലെ നായയുടെ വായിൽ മണി അടിച്ചപ്പോഴും സലൈവ വന്നു എന്നുള്ളതാണ്. എന്നതുപോലെ ഈ കുട്ടിക്ക് മൊബൈൽ ഫോണാണ് ഇതൊരു ഭക്ഷണത്തിൻ്റെ ഒരു അതായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസ് എത്രത്തോളം അതിലാവുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം അവർ അപ്പത്തെ ഒരു ആവശ്യം ടൈം ബീയിങ്ങിന് വേണ്ടിയിട്ട്, ഈസിനെസ്സിന് വേണ്ടിയിട്ട്, കാരണം ഫ്രീ ആണ്, റിസ്ക് ഇല്ല, ഭക്ഷണം കഴിക്കും, അവരുടെ പണി എന്തും ചെയ്യാം, ഭക്ഷണം കഴിക്കും, അവർക്ക് പണിയെടുക്കാം. പക്ഷെ ഇത് കുട്ടിയുടെ ഇമോഷണലി അതിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് പാരൻസ് അല്ലെങ്കിലും ഇപ്പോൾ ഈ ആൽഫ ജനറേഷൻ ആയാലും ബീറ്റ ജനറേഷൻ ആയാലും ഇവരുടെയൊക്കെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ഇവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 90% പാരൻസും അജ്ഞരാണ്. അതെന്താ കാരണം എന്നറിയാം, അവര് വളർന്നൊരു സാഹചര്യമാണ് അവരതിനെ കമ്പയർ ചെയ്യുന്നത്. അതല്ലല്ലോ, ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രണ്ടൊരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ 25 years അല്ലേ, ഒരു ജനറേഷൻ അടുത്ത ജനറേഷൻ വരെ. ഇത് 5 വർഷം 5 വർഷം ജനറേഷൻ ഗ്യാപ്പ് വരുന്നുണ്ടിരിക്കുക. അപ്പൊ ആ കുട്ടികളെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണുന്നത്. ഇതങ്ങനെ എന്തെങ്ങനെ ആയാലും എന്താ. ഇത് വളരെ അനിവാര്യമുള്ള കാര്യമാണ്. പാരന്റിങ് കോഴ്സ് പിന്നെ എല്ലാ സ്കൂളുകളും നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ CBSE പാരന്റിങ് കോഴ്സ് നടത്താൻ വേണ്ടിയിട്ട് സർക്കുലർ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബോർഡിൻ്റെ പാരന്റിങ് കോഴ്സുകൾ നടത്തുന്ന സ്കൂളുകളിൽ എന്ന് പറഞ്ഞിട്ട് സർക്കുലർ വന്നിട്ടുണ്ട്. അത് എന്തിനാന്ന് കാര്യം ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ആൽഫ ജനറേഷനിലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക കുട്ടികൾ ആൽഫ ജനറേഷനിലെ കുട്ടികളായിരിക്കും പഠിക്കുന്നുണ്ടാവും. ഇനി വരുന്നത് ബീറ്റ ജനറേഷൻ, ഒരു 2-3 വർഷം കൂടി കഴിയുമ്പോഴത്തേന് ബീറ്റ ജനറേഷൻ. അപ്പോൾ ഇവരിനെ എങ്ങനെയാണ് കൃത്യമായിട്ട് പിന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പാരന്റിങ് നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് പറ്റിയ സംഭവമാണ്. ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ആൻസർ വേണം അവർക്ക്, അതിന് പറ്റിയാണ് ChatGPT. അതെ. അപ്പോൾ അവരെ ശരിക്കും അവരെ ഈ ടൂളുകൾ ആ രൂപത്തിലേക്ക് പാകപ്പെടുത്തുകയാണെന്നാണ് തോന്നുന്നില്ലേ. സിറ്റുവേഷൻസ് അവരെ ആ രൂപത്തിലേക്ക് പാകപ്പെടുത്തുകയാണ്. ഇൻസ്റ്റന്റായി കാര്യങ്ങൾ കിട്ടുക, അവിടെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളൊന്നും വിഷയമല്ല. കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഇമോഷണലി വീക്കാവും.
അതായത് അത് ഞാൻ ഉദാഹരണം പറയാറുണ്ട്. നിങ്ങളും ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ പോയിരുന്നത് നടന്നിട്ടാണ് അല്ലേ? അങ്ങനെയല്ലേ പോയിട്ടുള്ളത്, നടന്നിട്ട്. അതെ അതെ. നമ്മൾ ഒരുപാട് ചിലപ്പോൾ സമയം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പലതും. പാടത്ത് കൂടെ പോയി ചളി മാത്രമല്ല നമുക്ക് ചില സമയത്ത് ഓടേണ്ടി വരും നേരത്തെ എത്താൻ വേണ്ടി, ബെല്ലടിക്കാൻ. ചിലപ്പോൾ ടീച്ചേഴ്സ് അതിന് വേണ്ടി ചീത്ത വഴക്ക് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഏത് കുട്ടിയും അങ്ങനെ പോകുന്നത്? ഇന്ന് എല്ലാം അവൈലബിൾ അല്ലേ? എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ മക്കൾ 3 ആളുകളും പഠിച്ചത് വണ്ടി ഇപ്പോഴും മുറ്റത്ത് വന്നിട്ട് പോയി. ഓവർ കെയറിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ എൻ്റെ കുട്ടി സൈക്കിൾ വന്ന് വീണു. കൈയിൻ്റെ ഇവിടെ ഭയങ്കര, വൈഫിന് ഭയങ്കര ഇമോഷണൽ, എന്തൊക്കെയാ പറ്റിയെന്ന്, കൈ ഒടിച്ചിക്കണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. സംഭവം ഇവിടെ ചൊല്ലിയാറുണ്ടല്ലോ. അപ്പോൾ എനിക്കും വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ 2 ലൈക്ക് അടിച്ചു കൊടുത്ത്, വെരി ഗുഡ്, യു ആർ എ ബോൾഡ് മാൻ. 2 വീഴ്ചയൊക്കെ വീഴണം, വീണ്ടും ഉയരണം, വീണ്ടും സൈക്കിൾ ഓടിക്കണം. അതാണ് മെസ്സേജ് കൊടുക്കേണ്ടത്. എത്ര പാരൻസ് കൊടുക്കും? ഇമോഷൻ അവിടെ മോന്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കുട്ടി പാർക്കിൽ വീണാൽ തന്നെ മോൻ്റെ കുട്ടിയാണ്. യൂറോപ്യൻസ് ഒക്കെ നേരെ ഓപ്പോസിറ്റാന്ന് കേട്ടിട്ടുണ്ട്. അവര് കുട്ടിയെ സ്വയം എണീക്കുന്ന, അതവരെ വഴിക്ക് ഒബ്സർവ് ചെയ്യണമല്ലോ. എവിടെയെങ്കിലും കുടുങ്ങുന്ന സമയത്ത് അത് രക്ഷപ്പെടുത്താൻ എത്തും. പക്ഷെ അവര് സ്വന്തമായി നേടേണ്ട സെൽഫ് കൺട്രോൾ അല്ലേ? കൺട്രോളാണത്. അത് അവരുടെ ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയും കൂടിയാണ് സെൽഫ് കൺട്രോൾ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി UKG അല്ലെങ്കിൽ KG സെഷനിലൊക്കെ കുട്ടികളുണ്ടാവും എല്ലാ സമയത്തും ഇങ്ങനെ വാഷ്റൂമിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് 1ാം ക്ലാസ്സിൽ എത്തുമ്പോഴും ഈ പരിപാടി തുടരും. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ KGയിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അതിനൊരു എപ്പോഴാണ് പോകേണ്ടത്, എപ്പോഴാണ് ഇത് സെൽഫ് കൺട്രോൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാ സമയത്തും നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കണം. അത് എല്ലാത്തിലും അങ്ങനെ കാണുന്നുണ്ട്. ഒരു വസ്തു ആവശ്യപ്പെട്ടാൽ ആരാ വാങ്ങിച്ചു കൊടുക്കാത്തത്? എല്ലാം വാങ്ങിക്കൊടുക്കാം. ചിലത് വാങ്ങിത്തരില്ല എന്നുള്ള മെസ്സേജും കൂടി വേണം. വാങ്ങില്ല, ചിലത് നമ്മൾ സഹിക്കേണ്ടതാണ്. അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മൾ പഠിപ്പിക്കും. അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് നേരത്തെ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാതാവുകയും അവർ വേറെ എന്തെങ്കിലേക്ക് തിരിയുകയും ചെയ്യും. താങ്ക് യു.